പിണറായിയെ പരനാറിയെന്ന് വിളിച്ചാൽ എന്നെ കോൺഗ്രസ് ആക്കും. സതീശനെ നൊണേഷനെന്ന് വിളിച്ചാൽ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കും. ഇവരെ രണ്ടുപേരെയും പറ്റി കൊണച്ച എന്നെ വല്ല സംഖ്യയോ സൊടാപ്പിയോ ആക്കും. എടാ, മനുഷ്യനായിട്ട് കാണാം. ഞാനൊരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ ഞാനും ഒരു മനുഷ്യനാണ്. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളെ പാർട്ടി വൽക്കരിക്കാതെ ഈ പാർട്ടി എന്നുള്ളൊരു പറി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയിൽ കണ്ടുവെക്ക്. ചിലപ്പോൾ നിങ്ങൾക്കത് കണക്റ്റ് ആവും. ഈ ഇടയ്ക്കായിട്ട് ഒരു വൈദ്യുതി ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നതിനെ പറ്റി ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ രാത്രി കറണ്ട് പോയി. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നല്ല രീതിക്ക് ഭ്രാന്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് അതും അപ്രതീക്ഷിതമായിട്ടുള്ള കറണ്ട് പോക്ക് ഇടയ്ക്കിടയ്ക്ക് ആയപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ എന്നെ ഈ പാർട്ടി എന്നൊരു സാമാനം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യനായിട്ട് ആ വീഡിയോ കണ്ടു നോക്കിയാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ KSEBയെ പറ്റി ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യം, KSEB അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കടമെടുത്തിരിക്കുകയാണ്. അത് ഒരാളും എനിക്ക് പറഞ്ഞെന്നില്ല. ഇത് ഞാൻ അവസാനം എനിക്കൊരു ന്യൂസ് എന്നുള്ള ഒരു ലിങ്ക് എൻ്റെ ഒരു ഫോളോവർ എനിക്ക് അയച്ചെന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും KSEB കടമെടുത്തിട്ടുണ്ട് വൈദ്യുതി. അപ്പോൾ ഇത് ജൂൺ 15 ഏതോ ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കും. ഇത്രയും കടമെടുത്ത അത്രയും വൈദ്യുതി തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വൈദ്യുതി തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അത്രത്തോളം എനർജി ആവശ്യം വരും. അപ്പോൾ അവർ ജനങ്ങളിൽ നിന്നും ഒമ്പിച്ചുകൊണ്ട് വൈദ്യുതി തിരിച്ചു പിടിക്കും. അതായത് ഇപ്പോൾ പവർ കട്ടാക്കിക്കൊണ്ട് അവർക്ക് ആ വൈദ്യുതി അവർക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇലക്ട്രിക് വണ്ടികളുടെയും ഒക്കെ ഉപയോഗം, AC-യുടെയൊക്കെ ഉപയോഗം കാരണം അത്യാവശ്യം വൈദ്യുതിയുടെ ഉപയോഗം കൂടിയെന്നാണ് ഇതിൻ്റെ കൊണാണ്ടർ അവകാശപ്പെടുന്നത്. ഞാനിതിലൊന്നും കുറ്റമോ നല്ലതോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഒരിക്കലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തിയോണ്ടല്ല. എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ അതിനെ പാർട്ടിയും പറയുമാക്കി മാറ്റിയാൽ പിന്നെ ഈ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രതിസന്ധിയല്ല, ഇത് രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിസന്ധിയാണ്. ഇന്നലെ നമുക്ക് കേന്ദ്ര വൈദ്യുതി വകുപ്പിൻ്റെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ രാജ്യവ്യാപകമായി ഉള്ളതുകൊണ്ട് അതിനെ നേരിടാനുള്ള മുൻകരുതലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അപ്രതീക്ഷിതമാണ്. പിന്നത്തെ ഒരു കാര്യം അബ്ജോദ്, കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ നല്ല വേനൽക്കാലത്ത് അന്നത്തെ നമ്മുടെ ആവശ്യത്തിന് തികയാത്ത വന്നതുകൊണ്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം വാങ്ങിയതിൻ്റെ വ്യവസ്ഥ നമുക്ക് ജൂൺ 15 നല്ല മഴ കിട്ടും എന്ന വിശ്വാസത്തിൽ ധാരണയിൽ ജൂൺ 15 മുതൽ സെപ്റ്റംബർ വരെ നമ്മളത് മടക്കി കൊടുക്കും എന്നതാണ് അതിൻ്റെ കണ്ടീഷൻ. അത് മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മഴ കിട്ടി, ആ നിലയിൽ ഉൽപ്പാദനം ഇല്ലെങ്കിൽ പോലും നമ്മൾ മടക്കി കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. മടക്കി കൊടുക്കുന്നതിൽ ഒരു ദിവസം പോലും ഒരു തെറ്റുവരുത്താൻ പാടില്ല. ഇതാണ് നമുക്ക് വരുന്ന പ്രയാസം.